ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയം വിശ്വാസത്താൽ നാം മുന്നേറുമ്പോൾ വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തില് സങ്കീർത്തനം 50:23 ഇപ്രകാരം നാം വായിക്കുന്നു: സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. പ്രിയ മക്കളെ, സ്തോത്രം ഭൂമിയിൽ മാത്രമല്ല, നമ്മൾ ദൈവത്തെ വാഴ്ത്തുന്നതിൽ സ്വർഗനിവാസികളെല്ലാം അത്യധികം തൽപരരാണ് എന്നുള്ളതാണ്. മാലാഖമാരുടെ ഗാനം നമ്മുടെ അവിടെ കാണുന്നുണ്ട്. അവിടെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ദൈവത്തെ സ്തുതിക്കുന്നതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സ്വർഗത്തിലെ ദൈവം നമ്മുടെ സ്രഷ്ടാവാണ്, സകലത്തെയും സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് സകല സ്തുതിക്കും സ്തോത്രത്തിനും ബലത്തിനും ബഹുമാനത്തിനെല്ലാം യോഗ്യനാണ് ദൈവം. അതുകൊണ്ട് ദൈവം പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ അവര് വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടി പാപത്തിൽ അധപ്പതിച്ചു പോയപ്പോൾ ആ പാപത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു വന്ന് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ നമുക്കായി മരിച്ചു. അങ്ങനെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ദൈവദൂതന്മാരെല്ലാം പാടുന്നതായി നാം കാണുന്നു. ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ സ്വർഗത്തിലെ ദൈവം യോഗ്യനാണ് എന്നാണ് അവർ പാടുന്നത്. കുഞ്ഞാടിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുന്നു. അത്യുന്നതനായ പിതാവിന്റെ മുമ്പിൽ, സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ കെരൂബുകളും 24 മൂപ്പന്മാരും സ്വർഗത്തിലെ അസംഖ്യം കോടാനുകോടി ദൂതന്മാരും നമസ്കരിക്കുന്നു. അതിനാൽ നാമും ദൈവത്തെ സ്തുതിക്കുവാൻ കടംപെട്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്രത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ നാം മുന്നേറുമ്പോൾ നമുക്കായി വാതിൽ തുറക്കുന്നു എന്ന് തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, മിസ്രൈമിൽ നിന്ന് ദൈവജനത്തെ സ്വർഗത്തിലെ ദൈവം 10 ബാധകൾ അയച്ച് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ, അങ്ങനെ വിടുവിച്ചു കൊണ്ടുവരുന്ന ദൈവജനത്തിന്റെ മുമ്പിൽ ചെങ്കടൽ, ആ ചെങ്കടൽ കരയിലേക്ക് ദൈവം അവരെ നയിക്കുന്നു. ആ ചെങ്കടലിന്റെ കരയിൽ അവർക്കായി സ്വർഗത്തിലെ ദൈവം വാതിൽ തുറക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ചെങ്കടലിലൂടെ എന്തുകൊണ്ട് അവരെ കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ സ്വർഗത്തിലെ ദൈവം തൻ്റെ വിടുതലിനുള്ള ശക്തിയെ തനിക്കുണ്ട് എന്ന് കാണിക്കുവാൻ തക്കോണം കഴിയുന്നു. ദൈവത്തിൻ്റെ അപാരമായ ശക്തി അത് ദൈവമക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ചെങ്കടലിലൂടെ അവരെ കടത്തിവിടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിസ്രയീമ്യരുടെ അഹംഭാവത്തെ ദൃശ്യമായി ഇല്ലാതാക്കണം. അതിനും വേണ്ടിയാണ് ചെങ്കടലിലൂടെ നയിച്ചത്. അവർ മിസ്രയീമ്യര് യഥാർത്ഥത്തിൽ എബ്രായരെ പിന്തുടർന്നു, എന്നാൽ മിസ്രയീമ്യര് മുഴുവൻ ആ ചെങ്കടലിൽ മുങ്ങിപ്പോയി. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ പീഡകരായവരുടെ അഹംഭാവത്തെ ദൃശ്യമായി ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ ദൈവജനത്തിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ പരിശോധിക്കുന്നതിനും അത് പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, സ്വർഗത്തിലെ ദൈവത്തിൽ എത്രയധികം ആശ്രയിക്കണം എന്ന് അവരെ ആ ചെങ്കടലിന്റെ അനുഭവത്തിലൂടെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. മോശെ അവരോട് പറയുകയാണ്, നിങ്ങൾ മുമ്പോട്ട് പോകുക,
ചെങ്കടൽ അവരുടെ മുമ്പിൽ പിളരുന്നു. വിശ്വാസത്തോടെ അവർ മുന്നോട്ട് പോയപ്പോൾ ചെങ്കടൽ അവരുടെ മുമ്പിൽ പിളർന്ന് അവർക്ക് പാത ഒരുങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസത്താൽ അവർ കരയിലൂടെ എന്ന പോലെ ചെങ്കടലിലൂടെ കടന്നുപോയി എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇസ്രായേലിന്റെ ശക്തനായ ദൈവം സമുദ്രത്തെ പിളർന്ന് അവരുടെ കാലുകൾക്ക് പാതയൊരുക്കി. പ്രിയ മക്കളെ, ഇവിടെ നമുക്കായി എല്ലാ കാലത്തേക്കും ഉള്ള ഒരു പാഠമാണ് ഉള്ളത്. എന്താണ്? ദൈവശബ്ദം അനുസരിക്കുക. ദൈവശബ്ദം കേട്ട് മുമ്പോട്ട് പോകാൻ പറഞ്ഞാൽ മുമ്പോട്ട് പോവുക. മോശയിലൂടെ കേട്ട ആ ശബ്ദം സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവം ആണ് അവരോട് മുമ്പോട്ട് പോകാൻ പറഞ്ഞത്. മോശ അത് ജനങ്ങളോട് പറഞ്ഞു. ജനം മുമ്പോട്ട് പോയി. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ അപകടങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ദൈവം മുമ്പോട്ട് പോകാൻ പറഞ്ഞാൽ ഈ അപകടങ്ങളെ ഒന്നും ഭയപ്പെടരുത്. നമ്മൾ ഭ്രമിച്ചു പോകരുത്, പിന്നോക്കം തിരിയരുത്. മാത്രമല്ല തടസ്സങ്ങളെ വകവയ്ക്കാതെ മുന്നേറുക. മാത്രമല്ല അല്പം പോലും സംശയിക്കാൻ പാടില്ല. സംശയങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവം പറഞ്ഞത് അനുസരിക്കുക. പ്രിയ മക്കളെ, അവിശ്വാസം മന്ത്രിക്കുന്നു. എന്തെന്നറിയാമോ? തടസ്സങ്ങൾ നീങ്ങും വരെ കാത്തു നിൽക്കുക, എല്ലാം ശരിയായതിനു ശേഷം മുന്നോട്ട് പോവാം. എന്നാൽ വിശ്വാസം നമ്മെ നിർബന്ധിക്കുന്നു. എല്ലാം വിശ്വസിച്ചുകൊണ്ട്, എല്ലാം പ്രത്യാശിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഇങ്ങനെ നാം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ദൈവം വാതിൽ തുറക്കുന്നു, നമുക്ക് മുന്നേറാൻ കഴിയുന്നു. വിജയം നമ്മുടേതാണ്. സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളോട് വിശ്വാസത്തോടെ മുന്നേറാൻ പറയുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും, എന്തെല്ലാം അപകടങ്ങൾ പതിയിരുന്നാലും സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുകയാണ്, മുമ്പോട്ട് പോവുക. നാം മുമ്പോട്ട് പോയാൽ, ആ ദൈവശബ്ദത്തെ നാം ശ്രവിച്ചാൽ, ആജ്ഞ അനുസരിച്ചാൽ നമുക്ക് വിജയം സുനിശ്ചിതം. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറാം. സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം അടിയങ്ങളിൽ നൽകിക്കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അടിയങ്ങളുടെ കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ ആശീർവാദം സകലർക്കും കർത്താവ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം കേട്ട് അടിയങ്ങളെല്ലാവരും മുൻപോട്ട് പോകുകയും അടിയങ്ങളെല്ലാം വിജയം കണ്ടെത്തുവാൻ, ക്രിസ്തീയ ജീവിതത്തിൽ വിജയം കണ്ടെത്തി അടിയങ്ങൾ കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനെ സന്തോഷത്തോടെ എതിരേൽക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് തന്നു. തുടർന്നുള്ള സമയം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്കായിരിക്കാം. ഏറ്റവും ശുഭമായി ഈ ദിവസം നമുക്ക് ദൈവം തരുമാറാകട്ടെ. ആമേൻ.